അങ്ങനെ അകുമ്പയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ വിട്ടത് ബാംഗ്ലൂർക്കാണ്. ഏകദേശം 7 hours ഉണ്ട് ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ എത്താൻ. പോകുന്നതിന് മുന്നേ നമ്മൾ മാംഗ്ലൂർ ബണ്ണൊക്കെ കയറി കഴിച്ചിട്ടാ പോയത്. ഗണേഷ് ഹോട്ടലിൽ നിന്ന് തന്നെ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ബണ്ണ് തപ്പി നടക്കില്ലായിരുന്നു. അവസാനം നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഈ ബണ്ണ് കിട്ടി കഴിക്കാം. നമ്മൾ ബാംഗ്ലൂർ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഐക്യ വിസിറ്റ് ചെയ്യാനാണ്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഐറ്റംസ് അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അകുമ്പയെന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ട് ഭയങ്കര ഭംഗിയാണ്. അതായത് ആ കുറേ മരങ്ങളും നമ്മുടെ കാപ്പിത്തോട്ടവും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഇടയ്ക്ക് വണ്ടി സൈഡാക്കി. പിന്നെ 96-ലെ ലൈഫ് ഓഫ് റാം പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ ഇങ്ങനെ ചില്ല് ചെയ്ത് എൻജോയ് ചെയ്താൽ പൊക്കോട്ടിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ദാഹിച്ച് പണ്ടാരടങ്ങിയപ്പം സൈഡിൽ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ നിർത്തി. അവിടെ പോയി നല്ല കിഡിലൻ കരിമ്പിൻ ജ്യൂസ് ആയിരുന്നു. അത് കുടിച്ചപ്പം എല്ലാവരുടെയും ബാറ്ററി റീചാർജ് ചെയ്തതുപോലെ ഫുൾ എനർജിയായി. തിരിച്ചങ്ങനെ നമ്മൾ ബാംഗ്ലൂർക്ക് വിട്ടു. ഏകദേശം നമ്മൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 6 മണി ആവാറായപ്പോൾ ബാംഗ്ലൂർ എത്തി. വിചാരിച്ച പോലെ ട്രാഫിക് ഒന്നും ഉണ്ടായില്ല. അതായത് ഏറ്റവും ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെയും ലേറ്റ് ആയിരുന്നു. ഫൈനലി നമ്മുടെ ഐക്യയിൽ എത്തിയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു വലിയ ബിൽഡിംഗ്. ആ ബിൽഡിംഗ് ഫുള്ള് നമ്മൾ ഇനി കയറി എക്സ്പ്ലോർ ചെയ്യണം. പറഞ്ഞത് ശരിയാ, എപ്പോൾ തീരാനായത് രാത്രി 10 മണി 11 മണി ആവും മിക്കവാറും ഇവിടെ നമ്മൾ ഇറങ്ങാൻ. നമ്മൾ ഈ റോഡ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നേരെ പോകുന്നത് ഐക്യയുടെ പാർക്കിങ്ങിലേക്കാണ്. ബാക്കി ടീംസ് എല്ലാവരും എന്താണ് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുക, എന്തൊക്കെ നോക്കണം, ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കലായിരുന്നു. നമ്മൾ പാർക്കിംഗ് സ്പോട്ടിലെത്തി. പാർക്കിംഗ് കാണാനും ഇറ്റ് വാസ് വെരി നൈസ്. ബിൽഡിംഗ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ എത്ര വലുതാ എൻ്റെ പാർക്കിംഗ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഐക്യൻ്റെ ഉള്ളിലേക്ക് പോയി. ആരും നല്ല വിശന്ന് പണ്ടരടങ്ങിയിരിക്കുകയായിരുന്നു. ഏകദേശം 7-8 മണിക്കൂർ നീണ്ട യാത്രയല്ലേ, എല്ലാവരും തളർന്നു പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ നേരെ ടോപ്പിലെ ഫുഡ് കോർട്ടിൽ പോയി. കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഐറ്റംസ് കാണാം. നല്ല രസമുണ്ടായിരുന്നു. വലിയ ഫുഡ് കോർട്ടാണ്. അപ്പോൾ കുറേ ഏരിയ നമുക്ക് ഇരിക്കാനും ഒരു ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെഷനും, പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓരോ കൗണ്ടേഴ്സിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കാണാം. സ്വീറ്റ് ഐറ്റംസ് ആണ്, സ്വീറ്റ് ഐറ്റംസ്. കോംബോ ആയിട്ടാണെങ്കിൽ കോംബോ ഐറ്റംസ്. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ആക്ച്വലി സെൽഫ് സർവീസ് ആണ്. നമ്മളൊരു കാർട്ട് എടുക്കണം. ആ കാർട്ട് എടുത്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ഓരോ ഷെൽഫ് തുറന്ന് എടുത്ത് കാർട്ടിലേക്ക് വെക്കുക. അറ്റ് ദി എൻഡ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. അങ്ങനെ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള ആകെ കൂടിയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എനിവേസ് നമ്മളൊരു കാർട്ട് എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് എത്ര ഫുഡ് ഐറ്റംസ് വേണം നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ട്രേസ് അതിൽ വെക്കണം. നമ്മൾ 2 എണ്ണം വെച്ചു. 2 കാർട്ട് എടുത്തിട്ടുണ്ടായി നമ്മൾ. ഇത് ആദ്യം പോയത് നേരെ സ്വീറ്റ് സെഷനിലേക്കാണ്. എൻ്റെ മോനെ എന്തൊക്കെ വെറൈറ്റി സ്വീറ്റ്സ് ആ. ചീസ് കേക്ക്, പലതരത്തിലുള്ള ചീസ് കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ചീസ് കേക്ക് എടുത്തു. കാരണം ഒത്തിരി സ്വീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ സ്വീറ്റ് എടുത്തതിന് ശേഷം ഓരോ കൗണ്ടറിൽ പോയി എന്തൊക്കെ വെറൈറ്റീസാണ് ഉള്ളത് ഓരോടത്തു നിന്നും ഓരോ ഐറ്റംസ് വെച്ചെങ്കിലും നമ്മൾ വാങ്ങിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പം നമ്മൾ നല്ല രസമുള്ള പനീർ കറീസും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ലിസ്റ്റ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല. അപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ട നല്ല ഐറ്റംസ് ഒക്കെ ഒരു ലിസ്റ്റ് അവിടെ അവരെ ഫ്രണ്ടിൽ തന്നെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന്. അപ്പം അവിടെ നിന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു. ഇനി അവർ ഓരോ പ്ലേറ്റിലാക്കി തരും. അപ്പം നമുക്കിതിങ്ങനെ ഓരോ ട്രെയിൽ വെക്കാം. ഇപ്പം നമുക്ക് തികയുന്നില്ലെങ്കിൽ വേറൊരു കാർട്ട് പോയി എടുത്തിട്ട് വരാം. അപ്പം ഇങ്ങനെ ട്രെയിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് വെക്കാം. നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ കണ്ണി കണ്ടതൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. മഫിൻസ്, പിന്നെ അത് കൂടാണ്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്രൈഡ് റൈസ്, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളങ്ങനെ എല്ലാ ഐറ്റംസ് എടുത്തു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നല്ല ഐറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കാർട്ട് എടുത്തിട്ടുണ്ടായി. ഒരു കാർട്ട് ഫുള്ളായപ്പോൾ നമ്മൾ വേറൊരു കാർട്ട് എടുത്തു. അതിന് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്തു. ഇതൊക്കെ നമ്മുടെ വയറ് നിറയും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. ഡ്രിങ്ക് ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ 3-4 ഗ്ലാസ്സിന് മാത്രം പേ ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രിങ്ക്സ് എടുക്കാം. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ വന്ന് നല്ല പോലെ വെട്ടി വിഴുങ്ങി വയറങ്ങ് ഫുള്ളായിട്ടാണ് നമ്മൾ നേരെ ഷോപ്പിങ്ങിലേക്ക്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഏരിയാസും ഓരോ വീട് പോലെയാണ് ഇവരെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഒരു വീട് തന്നെ എക്സാക്ട്ലി. കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുഖം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട് കട്ടില്. അതിലിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിലുള്ള പില്ലോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓരോ ഐറ്റംസും നമുക്ക് നോക്കാം. നല്ല ഭയങ്കര ക്യൂട്ട് ആൻഡ് ഈസ്തറ്റിക് സാധനങ്ങളായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വാൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം ഇവർ ഓരോന്നും ഡെക്കറേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കംപ്ലീറ്റ് ഹൗസ് പോലെയാണ്.
അതായത് അവരതിന്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ബെഡ്റൂമിൽ പോയി, അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റഡി റൂം ഉണ്ട്, സ്റ്റഡി റൂം കഴിഞ്ഞിട്ട് നേരെ കിച്ചൺ ഉണ്ട്. അപ്പോൾ ആ കിച്ചൺ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഓരോ ഇൻസ്പിറേഷൻസ് എടുത്തുകൊണ്ട് പോകാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ വീടും അവർ ഡെക്കറേറ്റ് ചെയ്ത് തരും. ഇൻ കേസ് ഇപ്പം നമുക്ക് പുതിയൊരു വീട് പുതുക്കി പണയണമെന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പം പുതുതായിട്ടൊരു വീട് വെക്കുന്നവരാണെങ്കിൽ ഐക്യയിൽ പോയി പറഞ്ഞിട്ട് നമുക്ക് ഏത് സ്റ്റൈലാണോ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് തരും. എല്ലാ വീടും ഒന്നിനൊന്ന് കിടിലനായിരുന്നു. നമ്മൾ ഓരോന്നിങ്ങനെ പയ്യെ പയ്യെ കയറി ഇറങ്ങി കളേഴ്സൊക്കെ. ഇപ്പം ഈ ഒരു വീട് തന്നെ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളർ, ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു. നമ്മളവിടെ ഓരോ വീട്ടിൽ പോയി അവിടുത്തെ സോഫയിലിരുന്നു. അപ്പം ഓരോ സോഫയുടെ പ്രൈസ് നോക്കി, എങ്ങനെയുണ്ട്, ഏത് സോഫയാണ് ബെസ്റ്റ്, അതുപോലെ ഡൈനിങ് ടേബിൾ, അവിടുത്തെ ഡെക്കറേഷൻസ്. നമ്മൾ പോയ ടൈം ഒരു ക്രിസ്മസ് ടൈം ആയത് കാരണം ക്രിസ്മസ് ഡെക്കറേഷൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായി. ആ ഒരു വീട് കാണുമ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീടാക്കാം എന്ന് നമ്മൾ ആ സമയത്ത് തോന്നിപ്പോകും. അതുപോലെ ക്യാൻഡിൽസ് ആയിക്കോട്ടെ, അവിടുത്തെ കപ്സ് ആയിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മളെ ഇടയ്ക്ക് ചില വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ഈ ഹോം ടൂർ ഒക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ഓരോ പരിപാടികളായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീടും കയറി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് സോഫ സെഷൻ, അതായത് ഇപ്പൊ ഇങ്ങനെ അല്ലാണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സോഫ ആണെങ്കിൽ അതിന് തന്നെ ഒരു സെപ്പറേറ്റ്, ഓരോ സോഫയും ഒന്നിനൊന്ന് ഭംഗിയായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീട്ടിലേക്കാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു ഫ്ലോർ ഫുൾ ഇങ്ങനെ ഓരോ വീടുകളാണ്. ശരിക്കും ഒരു കംപ്ലീറ്റ് വീടാണ് അവിടെ ഉള്ളത്. നമ്മൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ വിചാരിക്കും ഇതെന്താ തീരാത്തതെന്ന്. പിന്നെ ഈ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്. നല്ല രസമുണ്ടായിരുന്നു. ഒരു വലിയ പീരിയോഡിക് ടേബിൾ കയറി വരുമ്പോൾ, പിന്നെ ഈ ഡൈനിങ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് സീരീസിലൊക്കെ കാണുന്ന പോലത്തെ നല്ല കിടിലൻ ഡെക്കറേഷൻസ് ആയിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കുക്കിംഗ് ഷോ ഒക്കെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് പോലെ സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പർ സ്മെൽ ഗൈസ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഓരോ റൂമിൽ നിന്നും ഓരോ വീട്ടിൽ നിന്നും നമുക്ക് അവിടെ നിന്ന് വിട്ടു പോകാൻ തോന്നില്ല. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല രസമാണ്. ഐ മീൻ, ഈ പറയുന്നതിലും നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പുതിയ വീട് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിഡിലൻ ഐഡിയ. അതുപോലെ വീടിന്റെ ഡെക്കറേഷൻസ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് ഉണ്ട്. ചിലതൊക്കെ ഭയങ്കര നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ്, ചിലതൊക്കെ കുറച്ചധികം കത്തിയാണ്. പക്ഷേ എനിവേസ് നല്ലപോലെ ഇരുന്ന് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കിഡിലൻ ഐറ്റംസ് കിട്ടും. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പിൻട്രസ്റ്റും മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ പല കളർ കോമ്പിനേഷൻസ് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുറച്ചും കൂടി മനസ്സിലായത്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഓരോ വീടും സ്റ്റഡിങ് ടേബിളും ഹാൾസും നമ്മൾ കുറേ നേരം നമ്മൾ പിന്നെ ലാസ്റ്റ് ഇതെന്താ തീരാത്ത എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് അധികം ഏകദേശം ഇപ്പൊ തന്നെ ഒരു 9 മണിയായി, ഇനിയും നമുക്ക് കാണാനുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുമില്ല. വലിയ ട്രോളിയും തള്ളിപ്പിടിച്ചാണ് നമ്മൾ നടക്കുന്നത്. അതിനകത്താണെങ്കിൽ ഒരു സാധനവും ഇല്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ആദ്യം ചെന്നത് ഒരു കംപ്ലീറ്റ് ഹൗസുകളായിരുന്നല്ലോ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹാൾ ഉണ്ടാവും, ഡൈനിങ് റൂം ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് ഹൗസസ്. കംപ്ലീറ്റ്ലി ഒരു ഹൗസ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം അതിനുള്ള ഐറ്റംസും കാര്യങ്ങളായിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ ആ ഓരോ ഏരിയാസ്, അതായത് ഇപ്പം ലിവിംഗ് റൂമിന് തന്നെ സെപ്പറേറ്റ് സ്റ്റോൾസ് ഉണ്ടാവും. അപ്പം അവർ ഒരു ലിവിംഗ് റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ കളർ കോമ്പിനേഷൻസ്, അങ്ങനെ ഓരോ ഏരിയ നമ്മൾ ഇപ്പൊ ഈ കംപ്ലീറ്റ് വീടിന് ശേഷം നെക്സ്റ്റ് പോകുന്നത് ലിവിംഗ് ഏരിയാസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെക്ഷൻ. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ കിച്ചൺ റീഡെക്കറേറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ കിച്ചണിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അതിന്റെ ഡിസൈൻസ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കാം, വാങ്ങിക്കാം, ആ ഐറ്റംസ് ഒക്കെ കാണാനായിട്ട് ഇതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കിച്ചൺ ഏരിയ ആണ്. എന്ത് ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കിച്ചൺസ്. കുക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ ഒരു കിച്ചൺ കിട്ടിയാൽ എന്തായാലും ഉറപ്പായും കുക്ക് ചെയ്യും. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അവിടെ നമുക്ക് ഏപ്രോൺസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഫോട്ടോസ് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള വാൾ പെയിന്റിങ്സ്, ഓരോ ഐറ്റംസും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കിച്ചൺ തന്നെ കളേഴ്സ് കണ്ടില്ലേ, ഗ്രേയും ഗ്രീൻ കളേഴ്സും, ഗ്രീൻ ടൈൽസ്, അതുപോലെ തന്നെ ഗ്രേയും ഒരു കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് ഗ്രേയും കൂടി ചേർന്നിട്ട്, ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് ബ്ലൂ ചേർന്നിട്ട്, അങ്ങനെ പല തരത്തിലുള്ള കിച്ചൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഏരിയ കഴിയുമ്പോൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ തന്നെ സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം സ്ക്രബ് വേണോ, എന്ത് വേണോ, എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അതിൽ ചിലതിനൊക്കെ നല്ല പൈസ കുറവുമായിരുന്നു. കിച്ചൺ ഏരിയയ്ക്ക് ശേഷം നെക്സ്റ്റ് നമ്മൾ പോയത്
സ്റ്റഡി റൂമിന്റെ സെറ്റപ്പാണ്. സ്റ്റഡി റൂം അല്ലെങ്കിൽ ബെഡ്റൂം അതിൻ്റെ ഒക്കെ കുറേ ഏരിയാസ് ആയിരുന്നു. അത് കുറേ കറങ്ങിത്തതിന് ശേഷം നമ്മൾ പോയത് വർക്ക് സ്പേസസ്. എങ്ങനെ നമുക്ക് നമ്മുടെ വർക്ക് സ്പേസസ് സെറ്റപ്പ്. ചില ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്ര മണിക്കൂർ വേണേലും നമുക്കിരുന്ന് പണിയെടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇറ്റ് വാസ് വെരി നൈസ്. ചില വർക്ക് സ്പേസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ബെഡ്റൂം സെറ്റപ്പിലേക്കാണ്. അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ ബെഡ്റൂം അറേഞ്ച് ചെയ്യാം, എന്തൊക്കെ കർട്ടൻസ്, എന്തൊക്കെ കളേഴ്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പില്ലോസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ കട്ടിലിൽ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഓരോ ബെഡിനും ഓരോ നെയിംസ് ഉണ്ടല്ലോ, അതുപോലെ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി, കംഫർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ അതിനുശേഷം നമ്മൾ പോകുമ്പോൾ ഒരു എൻറ്റയർ ഏരിയ ഫുൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഡ്സ് ആണ്. അതായത് നമുക്ക് ഇരുന്ന് നോക്കാം, അതിൻ്റെ പ്രൈസസ് ഉണ്ട്, ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഏരിയാസ് ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു ബെഡ്റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ഓരോരുത്തരും കയറി നോക്കിയിട്ട് ഓക്കെ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ പോയ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഓരോ യൂട്ടൻസിൽസ് വാങ്ങിക്കാം. അതായത് ഇപ്പോൾ കപ്പോ ബൗൾസോ പ്ലേറ്റ്സോ അതിൻ്റെയൊക്കെ ഒരു എൻറ്റയർ ഏരിയ ആയിരുന്നു. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പ്ലാനിട്ട് വന്നത് അനുഷേച്ചിയും അക്ഷേട്ടനാണ്. പക്ഷെ മുഴുവൻ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റെയിനിയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ്. നല്ലൊരു വലിയ സെക്ഷൻ. അവിടെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ലിറ്ററലി എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പ്ലേറ്റ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പ്ലേറ്റ്, ബൗൾസ്, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി നൈസ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നും. അതുപോലെ ഭയങ്കര ക്യൂട്ടായിരുന്നു ഓരോ സാധനങ്ങളൊക്കെ കാണാൻ. ഈ ഒരു സെക്ഷന് ശേഷം നമ്മൾ പോയത് പില്ലോസിൻ്റെ ഏരിയയിലേക്കാണ്. അതായത് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പില്ലോസ്, കുഷൻസ് വാങ്ങിക്കാം. ഇനി അതല്ല അതിന് വേണ്ടിയിട്ടുള്ള കവേഴ്സ് ആണെങ്കിൽ അത് നോക്കാം. ഇപ്പം നമ്മുടെ ഓരോ വീടിൻ്റെ തീമിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സെക്ഷന് ശേഷം നമ്മൾ നേരെ പോകുന്നത് അടുത്തത് നമ്മുടെ ബാത്റൂം ഏരിയയിലേക്കാണ്. എൻ്റെ മോനെ, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്ററലി ആ ഫുൾ ഡേ വാഷ്റൂമിൽ തന്നെ ഇരുന്ന് കുളിക്കാൻ തോന്നും. നല്ല രസമുണ്ടായിരുന്നു. ആ മിററും അതിൻ്റെ ഓരോ കളേഴ്സ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സെക്ഷൻസും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഓരോ ബാത്റൂമും വാഷ്റൂംസും കയറി ഇറങ്ങി അവർ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് പലതും പല ഡിഫറെൻറ്റ് ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ശരിക്കും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ടവലാണെങ്കിൽ ആ ടവൽ വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ടവൽസാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി കയറി ഇറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഡോർ മാറ്റ്, അതുപോലെ തന്നെ ടേബിൾ മാറ്റ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുടെ ഒരു ഏരിയയിലായിരുന്നു. ഫൈനലി നമുക്ക് ഏകദേശം മനസ്സിലായി നമ്മുടെ ഐക്യ എക്സ്പ്ലോർ തീരാറായെന്ന്. മോനെ, നടന്ന് മനുഷ്യനെ ഏകദേശം മടുത്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിവേസ് ഇറ്റ് വാസ് നൈസ്. ഒരു ഏറ്റവും അവസാനം കുറേ ലൈറ്റിൻ്റെ ഒക്കെ സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസിന് വേണ്ടിയിട്ടുള്ള ഏരിയ. ഏറ്റവും എൻഡിലായിട്ടാണ് നമുക്ക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ ഏരിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബിൽ കൗണ്ടറിനൊക്കെ മുമ്പായിട്ട് ഫേർണിച്ചർ ഏരിയാസ് ആണ്. നമ്മളിവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫേർണിച്ചർ നമുക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 3-4 മണിക്കൂർ നേരത്തെ എക്സ്പ്ലോറിന് ശേഷം നമ്മൾ ബിൽ കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റ് വാസ് ആക്ച്വലി വെരി നൈസ്. കുറേ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ. കാരണം ഇത് അങ്ങനെ വാങ്ങിക്കാൻ നേരത്തെ പ്ലാൻ ഇട്ടിട്ടില്ല. വീട്ടിൽ പോയിട്ട് ഇനി എന്തൊക്കെ സാധനങ്ങളുണ്ട് നോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കണം. ഒരു ശരിക്കും ഒരു പർച്ചേസിനിറങ്ങി. അങ്ങനെ ഇറ്റ് വാസ് വെരി നൈസ്. നമ്മൾ ഫുൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇന്നും ബാംഗ്ലൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തിരിച്ച് കോഴിക്കോടേക്ക് പോകാനായിട്ടാണ് നമ്മുടെ പ്ലാനുള്ളത്. എത്രയും വേഗം ബാംഗ്ലൂർ ട്രാഫിക്കിൽ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് എത്താനുള്ള നെറ്റോട്ടായിരുന്നു. അത് നടന്ന് ചത്തെങ്കിലും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഡേ. അപ്പം ശരിയെന്നാ, ബൈ ബൈ.